കാരുണ്യ വഴിയിൽ ആലംബമറ്റവരെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ച് ജേക്കബിന്റെ നന്മ മാതൃക തുടരുന്നു. പാലിയൂർ ഡോബിപ്പടി ബസ് സ്റ്റോപ്പിൽ അവശനിലയിൽ കഴിഞ്ഞിരുന്ന കണ്ണൂർ സ്വദേശിയെ അഞ്ഞൂർ ദിവ്യദർശൻ ആശ്രമത്തിലേക്ക് മാറ്റി. മുപ്പത് വർഷത്തോളമായി പാലയൂർ ഇമ്മാനുവൽ ജീവകാരുണ്യ പ്രവർത്തന സമിതിയുടെ ജീവനാഡിയാണ് ഗുരുവായൂർ സ്വദേശിയായ ചിരിയങ്കണ്ടത്ത് ജേക്കബ്. തികഞ്ഞ മതവിശ്വാസിയായ ജേക്കബ് ബൈബിൾ വചനം ഉൾക്കൊണ്ടാണ് ജീവകാരുണ്യ മേഖലയിലേക്ക് എത്തിയത്. തയ്യൽ അധ്യാപികയായ ഭാര്യ ലിസി പൂർണ്ണ സപ്പോർട്ടുമായി ജേക്കബിനൊപ്പമുണ്ട്. ഇതിനോടകം അനാഥരും സനാഥരും അവശരുമായി റോഡരികിലും കടത്തിണ്ണകളിലും ജീവിതം തള്ളി നീക്കുന്ന 1000-ഓളം പേരെ കാരുണ്യ ഭവനങ്ങളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. കുളിക്കാതെയും ഭക്ഷണം പോലും കഴിക്കാതെ അവശരായ ആളുകളെ കണ്ടെത്തി അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഭക്ഷണം നൽകിയാണ് കാരുണ്യ ഭവനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിനായി അതാത് പ്രദേശത്തെ പോലീസ്, ജനപ്രതിനിധികൾ എന്നിവരുമായി കൂടിയാലോചനകൾക്ക് ശേഷമാണ് അവരുടെ സമ്മതത്തോടുകൂടി സംരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത്. ശനിയാഴ്ച രാവിലെയാണ് പാലയൂർ ഡോബിപ്പടി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അവശനിലയിൽ കഴിയുന്ന കണ്ണൂർ സ്വദേശിയായ 60-കാരനായ മാത്യുവിനെ അഞ്ഞൂർ ജീവകാരുണ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ചാവക്കാട് നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് കൌൺസിലർ കൂടിയായ ഷാഹിന സലിം മറ്റു നാട്ടുകാരും വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ജേക്കബ് വിഷയത്തിൽ ഇടപെട്ടത്. കണ്ണൂരിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഇരിട്ടി സ്വദേശിയായ നാമല വീട്ടിൽ അവിവാഹിതനായ മാത്യു മാതാപിതാക്കളുടെ മരണശേഷമാണ് തെരുവിലേക്ക് ഇറങ്ങിയത്. കോഴിക്കോടും മറ്റുമായി കഴിഞ്ഞു വരുന്നതിനിടെ ഗുരുവായൂരിലെത്തി. തുടർന്നാണ് പാലയൂരിലെത്തിയത്. ഇയാളുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കി ബസ് സ്റ്റോപ്പിന് പുറകുവശമുള്ള വീട്ടിൽ കൊണ്ടുപോയി ജട പിടിച്ചു കിടന്നിരുന്ന മുടിയും താടിയും വെട്ടി കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചാണ് കാരുണ്യ ഭവനിലേക്ക് മാറ്റിയത്. വാർഡ് കൌൺസിലർ സ്ഥലത്തെത്തി ജേക്കബിനെ അനുമോദിക്കുകയും കാരുണ്യഭവനിലേക്ക് കൊണ്ടുപോകുന്നതിനാവശ്യമായ അനുമതി പത്രം കൈമാറുകയും ചെയ്തു. പാലയൂർ ഇമ്മാനുവൽ ജീവകാരുണ്യ പ്രവർത്തന സമിതിയുടെ പേരിൽ നമ്മൾ പല സ്ഥലത്തും പലവരും എടുത്തിട്ടുണ്ട്. അതായത് സ്റ്റേഷനിലെ പോലീസുകാർ മുഖാന്തരം നമ്മൾ എടുക്കാറ്. ഇപ്പോൾ ഇവിടുന്ന് പാലയൂർ പഠിക്കുന്നതിന് ഇപ്പോൾ ഇയാളെ കിട്ടിയത് അവിടുത്തെ കൗൺസിലറായിട്ട് ബന്ധപ്പെട്ട് അവരെ എന്തൊക്കെയായിട്ട് ദിവസം ആശ്രമത്തിലേക്ക് അന്വേഷിക്കണം കൊണ്ടുപോകുന്നത്. അങ്ങനെ അത് സുഖമായിട്ട് എനിക്ക് ജീവിക്കാം. നമ്മളെ ഈ കാരുണ്യ പ്രവർത്തികൾ ഇങ്ങനെ 29-30 കൊല്ലമായി മുന്നോട്ട് പോകുന്നു. ഇനി നമുക്ക് കയ്യും കാര്യം ആവുന്നിടത്തോളം കാലത്ത് ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. പലരും ഇതിൻ്റെ ഇടയിലൊക്കെ പല രീതിയിലൊക്കെ ആൾക്കാർ പറയാറുണ്ട്. നമ്മളത് ഗൗനിക്കാറില്ല. പലരും പല രീതിയൊക്കെ പറയാറുണ്ട്. നമ്മുടെ പ്രദേശത്ത് ഇവിടെ ഡോബിപ്പടി വെയിറ്റിംഗ് ഷെഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയൊക്കെ ആളുകൾ അതിൽ കിടക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കരുതിയത്. അപ്പോൾ ഇന്നലെയാണ് എന്നെ പാലയൂർ ഇമ്മാനുവൽ ജീവകാരുണ്യ സമിതിയുടെ ചെയർമാനാണ് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അന്നൂരുള്ള ദിവ്യ ദർശൻ ആശ്രമത്തിലേക്ക് അദ്ദേഹത്തിനെ മാറ്റാൻ വേണ്ട ഒരു നടപടി അവർ സ്വീകരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു ശുപാർശകത്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ശുപാർശകത്ത് കൊടുത്തിട്ട് അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇതിനായി മുൻകൈയെടുത്ത അദ്ദേഹത്തിന് എല്ലാവിധ സ്നേഹാഭിവാദ്യങ്ങളും. ലെറ്റർ